കിളി മലത്തേൻ കിളി തെന്നലും ആരാടാ വെള്ളം അടിച്ചാൽ വയറ്റിൽ കിടക്കണം. എന്നിട്ട് വഴി കിടക്കരുത്. എടിച്ച് പോകണം മിസ്റ്റർ. എന്തിനാടോ ഒച്ച വയ്ക്കുന്നേ? നിന്റെ അച്ഛനെങ്ങാനും ചത്തോ? എന്താടാ? എടാ ശരത്തേ, എടാ എടാ ടോണി, എണീക്കട പുല്ലേ. മനാഫ്ക ജീവണ്ട? നീ എന്തു നീ കാണിക്കണേ? ഇപ്പാരേലും വിളിച്ചത് നമ്മുടെ തലയിലാകും. കീറക്കന്മാരെങ്ങാനും പൊക്കിയാ പിന്നെ ചോദ്യം പറച്ചിലൊന്നുമില്ല, വട്ടത്തി തൂക്കും. പിന്നെ അറസ്റ്റ്, പത്രം, വാർത്ത, ജയില്, ഗോതമ്പുണ്ട. ഇങ്ങനെ സ്വയം ചത്താണോ അതോ കൊന്നാണോന്നും അറിയില്ല. അതാ നീ കണ്ടുപിടിക്കാൻ നോക്ക്. ഇവന്റെ സ്വഭാവം വെച്ച് ഇവൻ സ്വയം ചത്താന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കഥകകത്ത് നടച്ചേക്കായിരുന്നു. വിച്ച് മീൻസ് നമ്മളൊരാൾ തന്നെയാ ഇവനെ തീർത്ത. ദിസ് ഇസ് നോട്ട് എ സൂയിസൈഡ്, ദിസ് ഇസ് കോൾഡ് ബ്ലഡഡ് മർഡർ. താൻ എന്ത് തേങ്ങയാണ് ഈ പറയണേ? അങ്ങേരുടെ കോപ്പിലെ സിനിമ ഡയലോഗ്. ഞാനൊന്ന് പറയട്ടെ. താനൊന്നും പറയണ്ട. ഇവിടെ ചത്ത് കിടക്കുമ്പോഴാ. അല്ലെങ്കിലും താൻ പറയണ ഞാൻ എന്തേ കേക്കണേ? നിന്റെ അച്ഛനുണ്ടെങ്കിൽ ഹാൻസ് ഒക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ? പറയിപ്പിച്ചാൽ താൻ എന്ത് ചെയ്യണോ? നിർത്തടാ, ഒരുത്തൻ ചത്തത് പോരെ, ഇനി കൂടെ തമ്മിൽ തളിച്ചാവണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. സൂയിസൈഡ് ആണെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ചെന്നതാവണം? അത് കൈമുറിച്ച് മനാഫ് പറഞ്ഞാലും കാര്യമുണ്ട്. ഇതൊരു കൊലപാതകം തന്നെ ചാൻസ്. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ കൊല്ലാൻ വേണ്ടി മാത്രം പകയുള്ള ആൾക്കാരെന്ന് കണ്ടുപിടിക്കണം. മനാഫേ, എടാ മനാഫേ, റെഡി അല്ലേ? തുടങ്ങിക്കോ. ഓക്കെ. നിന്റെ ഭർത്താവ് മരിച്ചതിൽ എനിക്കും ഒരു പങ്കുണ്ട്. നീ അവനെ എത്രത്തോളം വെറുത്തിരുന്നോ അതിനും അപ്പുറം നീ അവനെ സ്നേഹിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ശല്യവും ബുദ്ധിമുട്ടായിരുന്നൊരു ചാവാലി പട്ടി. അവനത്രല്ല മനുഷ്യനൊന്നും ആയിരുന്നില്ല. എന്നാ എല്ലാരെയും പോലെ ഉള്ളിലുള്ള വിഷമം അടക്കി ഒതുക്കി ജീവിച്ചിരുന്നൊരു മണ്ടനായിരുന്നു അവൻ. ഒരുപാട് നാൾ അവനും ഞാനും
നിർത്ത്. എടാ ഞാനേ ഒരുപാട് പേരുടെ ഓഡിഷൻസ് ചെയ്തിട്ടുമുണ്ട് കണ്ടിട്ടുമുണ്ട്, ഈ വലിയ വലിയ നടന്മാരുടേത് ഉൾപ്പെടെ. കാരണം ഇത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. പക്ഷെ നിന്റെ ഈ ഒരു പെർഫോമൻസ് കാണുമ്പം എനിക്ക് ഒറ്റ കാര്യം നിന്നോട് ചോദിക്കാനുള്ളൂ. നിനക്ക് എൻ്റെ റെമ്യൂണറേഷൻ 1 കോടി മതിയോ? ഇതാണോ താൻ പറഞ്ഞ താരം? എടോ, തൻ്റെ പടം ഒരു ചെറിയ പടമാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ ക്യാഷ് ഇറക്കിയത് തന്നിലുള്ള വിശ്വാസം, തൻ്റെ കഥയിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ്. പക്ഷെ ഇമ്മാതിരി കാട്ടിക്കൂട്ടലാണെങ്കിൽ ക്യാഷ് ഇറക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ ഇട്ടേച്ച് പോകും. കേട്ടാ സാറേ, തെറ്റ് എൻ്റെ ഭാഗത്താണ്. അതായത് ഈ ഫോളോവേഴ്സ് കൂടും റീച്ച് കൂടും എന്നൊക്കെ പറഞ്ഞ് റീൽസ് ഉണ്ടാക്കി നടന്ന ഇവനെ പിടിച്ച് കാസ്റ്റ് ചെയ്ത് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എന്താ അപരാധം അവിടെ കാണിക്കുന്നത്? ഇതിനെയാണോ നീ അഭിനയൊന്നും പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്? എടാ, നീ ഈ ക്ലീൻ ഷേവ് അടിച്ച് തലയിൽ രൂപക്കൂട് പോലത്തെ ഹെയർ സ്റ്റൈലും വെച്ച് 10 ഫിൽറ്റർ ഇട്ട് മുത്തുമണിയെ മുത്തുമണിയെ എന്ന് വിളിച്ചുകൊണ്ട് നടന്നാൽ അതിൽ വീഴാൻ 17 വയസ്സുള്ള പെമ്പിള്ളേർ വരും. എടാ, അഭിനയിച്ച് താർക്കുന്നതിന് മുന്നേ എഴുതി വെച്ച സാധനം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള വല്ല ബോധം ഉണ്ടോ നിനക്കൊക്കെ? കിടന്നങ്ങ് മെഴുകുക. എടാ ടോണി, ക്ലിപ്പ് ഡിലീറ്റ് ചെയ്തേക്ക്, വലിയ കാര്യമൊന്നുമില്ല. യെസ് ബോസ്. അങ്ങനെ എന്നെ മാത്രം കുറ്റപ്പെടുത്താൻ നോക്കണ്ട. എനിക്ക് പട്ടിക്കഴുവറവനെ കൊല്ലാൻ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ എക്കെ തന്നെ ഞാൻ കൊല്ലണ്ടല്ലേ? കാര്യം എല്ലാവരും ഒരുമിച്ചാണല്ലോ അന്ന് എന്നെ നോക്കി ചിരിച്ചത്. പിന്നെ ഇങ്ങനെയാണെങ്കിൽ നിനക്കും അയാളെ കൊല്ലാൻ നല്ല ദേഷ്യമില്ലേ ശരത്തെ? ഓർമ്മയില്ലേ അന്ന് എഡിറ്റിംഗ് വെച്ച് സംഭവിച്ചൊന്നും? എടാ, അവനെ കുറ്റപ്പെടുത്തുന്നതിന് മുന്നേ മറ്റേ കത്തി എവിടെയെങ്കിലും കൊണ്ടേ അവൻ ആദ്യം പറയട്ടെ, എന്നിട്ട് നീ പറ. സത്യം പറഞ്ഞാൽ മനാഫിനെ കാസ്റ്റ് ചെയ്യുന്നത് എനിക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അവൻ്റെ മെഴുകൽ ബാക്കിയുള്ളതിനൊക്കെ ഒരു തരി ബെറ്റർ ആയിരുന്നു. ആ പ്രൊഡ്യൂസറെ ഞാൻ കൺവിൻസ് ചെയ്യാൻ പെട്ടപാടെ എനിക്കേ അറിയൂ. അപ്പം ശരി, വൈകിട്ട് കാണാം. ഞാൻ എഡിറ്റിംഗ് റൂമിലാണ്, ഇതൊന്ന് നോക്കട്ടെ. എടാ, ക്ലൈമാക്സ് ഒന്ന് ഒഴിവാക്കട്ടെ. ആത്മഹത്യക്കുറിപ്പാണ്. അച്ഛനും ഉദ്ദേശിച്ച പോലെ ഒരാളാവാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. അമ്മയ്ക്ക് വേണ്ടി നല്ലൊരു മകൻ. ചേട്ടാ എങ്ങനെയുണ്ട്? എടാ ശരത്തെ, നിന്റെ ജോലി എന്ന് പറയുന്നത് എടുത്ത ഷോട്ട്സിൽ നല്ലത് ഏതാന്ന് സോർട്ട് ചെയ്ത് റാക്കൂണൈസ് ഒക്കെ മാക്സിമം കുറച്ച് മര്യാദയ്ക്ക് കളർ ഗ്രേഡിങ്ങും ചെയ്ത് കട്ട്സ് ആൻഡ് ട്രാൻസിഷൻസ് സെറ്റ് ചെയ്യലാണ്. എടാ, നീ ഒരു അസിസ്റ്റന്റ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തല്ലേ? നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടാവുമെന്ന് വിചാരിച്ചാണ് നിന്നെ ഈ പടത്തിൻ്റെ മെയിൻ എഡിറ്റർ ആക്കിയത്. എന്നിട്ട് ഇപ്പോൾ എഡിറ്റിൻ്റെ എത്രാമത്തെ ഡ്രാഫ്റ്റിലാണ് ഇരിക്കുന്നത്? അതും ഇതിലൊന്നും കളർ ഗ്രേഡിങ് പോയിട്ട് കട്ട്സ് ആൻഡ് ട്രാൻസിഷൻസ് പോലും മാച്ച് ആവുന്നില്ലല്ലോ. ഇതിനാണോ നീ 20,000 രൂപ എണ്ണി മേടിച്ചത്? ചേട്ടാ എടാ, ഞാൻ പറഞ്ഞു തീർന്നില്ല. എടാ, ഒരു എഡിറ്റർ എന്ന് പറയുന്ന ഫൈനൽ സ്റ്റോറി ടെല്ലറാണ്. പുള്ളിയാണ് ഓരോ ഷോട്ട്സും എത്ര ഡ്യൂറേഷൻ വേണമെന്ന് ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞ് തീരുമാനിക്കുന്നത്. നിനക്കിതിനെപ്പറ്റി വല്ല ധാരണയുണ്ടോ? എടാ, നിന്റെ പോർട്ട്ഫോളിയോയിൽ എടുത്തു പറയാൻ പറ്റുന്ന ആദ്യത്തെ പ്രോജക്റ്റ് ഇതാണ്. എന്നിട്ട് അതിൽ ഇമാതിരി പിഴപ്പത്തരം കാണിച്ചു വെച്ചേക്കുന്നു. ഈ ടീമിൽ ഒറ്റൊരുത്തം പണിയെടുക്കൂല പണ്ടാറടങ്ങാനായിട്ട്. ആ, ഇനി എന്നെ പറ. കാര്യമുള്ളൊരു മലനാണേലും കൊല്ലാൻ എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നേലും എനിക്ക് മാത്രമല്ലല്ലോ ഇങ്ങനെ സംഭവിച്ചത്. ഉല്ലാസിനെയും പുള്ളി നല്ലോണം കുടഞ്ഞില്ലേ? എടാ, അതിന് മുന്നേ കത്തി എവിടെയെങ്കിലും കൊണ്ടേ. നീ അങ്ങനെ ഒഴിഞ്ഞു മാറാനൊന്നും നോക്കണ്ട. എടാ തെണ്ടി, ഞാൻ കൊല പറയാന്ന് പറഞ്ഞ ശേഷിയില്ല നീയൊക്കെ എന്നെ കുറ്റപ്പെടുത്തുന്നത്. ഈ കത്തിയിൽ നമ്മുടെ എല്ലാവരുടെ ഫിംഗർ പ്രിന്റും ഉണ്ട്. ശരത്ത് പറഞ്ഞ പോലെ ഈ കിർക്കന്മാര് വന്ന ആ കത്തി മതി നമ്മളെല്ലാവരും ഒരുമിച്ച് വട്ടത്തിൽ തൂക്കാൻ. ആദ്യം അത് ഒഴിവാക്കണ്ടേ? എങ്ങനെയും അത് ഡിസ്പോസ് ചെയ്യണം. ചോരായ ഒരു കത്തി പോലീസിന്റെ കൈ കിട്ടിയ പിന്നെ ചോദ്യം പറച്ചിലും ഒന്നും ഉണ്ടാവില്ല. പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ശരത്തെ, ഇനി നീ പറ. എടാ, എന്നെ മനാഫിനെ മാത്രമല്ലല്ല നിന്നെയും പുള്ളി നല്ലോണം കുടഞ്ഞില്ലേ? ഓർമ്മയില്ലേ ഞങ്ങളുടെ അടുത്ത് ഒന്ന് കിടന്ന് കരഞ്ഞു മെഴുകിയത്? ചേട്ടാ, നമ്മുടെ പ്രൊജക്റ്റിന് ഇപ്പോൾ നല്ല റെസ്പോൺസ് അല്ലേ കേൾക്കുന്നത്. നമുക്കപ്പോൾ അടുത്ത ആഴ്ച ഒരു അടിപ്പരിപാടി സെറ്റ് ചെയ്ത് തരും. അധികം പേരൊന്നും വേണ്ട, നമ്മൾ 2 പേരും പിന്നെ ശരത്തും മനാഫും ടോണി. എന്തിനാണ്? മറ്റേ കോംപ്രമൈസ് ചെയ്യൽ പരിപാടിയാണോ? നീ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യ്. ചേട്ടാ, പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. എൻ്റെ കയ്യിൽ വേറൊരു സ്ക്രിപ്റ്റ് കൂടിയുണ്ട്. അതൊന്ന് കേൾക്കാവോ? ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് എഴുതിയ സാധനമാണ്.
സാധനം ഇഷ്ടമായ കുറച്ച് പേയ്മെൻറ്റ് അഡ്വാൻസായി റോൾ ചെയ്ത് തരാൻ പറ്റുമോ? എടാ ചെക്ക, നീ കോളേജിൽ എൻ്റെ ജൂനിയർ ആയതുകൊണ്ടാണ് ഞാൻ നിനക്ക് കുറച്ച് പരിഗണന തന്നത്. എടാ, ഈ കണ്ണ് കണ്ട കൊറിയൻ ഇറ്റാലിയൻ പടങ്ങളൊന്നും തുന്നിക്കെട്ടി ചേർക്കുന്നത് അല്ലടാ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. പിന്നെ നീ എൻ്റെ ഐഡിയാസ് വെച്ച് വേറെ ആൾക്കാരുടെ അടുത്ത് പിച്ച് ചെയ്ത് ഞാൻ അറിഞ്ഞില്ല എന്ന് നീ വിചാരിക്കണ്ട. അതുകൊണ്ട് നീ കഷ്ടപ്പാടിൻ്റെ കാര്യമൊന്നും അധികം പറയണ്ട. നീ എഴുതി വെച്ച ചവറ് സാധനം റീഅറേഞ്ച് ചെയ്ത് പ്രോപ്പർ സ്ക്രിപ്റ്റാക്കി ഷൂട്ട് ചെയ്ത് തന്നത് ഞാനാണ്. അതിൻ്റെ ക്രെഡിറ്റ് ഞാൻ നിനക്ക് തന്നത് നീ എൻ്റെ ഔദാര്യമായിട്ട് കൂട്ടിക്കോ. എടാ, നിനക്ക് പൈസയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ വല്ല വെബ് സീരീസോ റീൽസോ എടുത്ത് നടന്നാൽ പോരെ. നീ ഫ്രോഡ് പരിപാടിയാണ് കാണിച്ചതെന്ന് എനിക്കറിയാം. ഞാൻ ശരത്തിനോടും പറഞ്ഞ കാര്യമാണ്, നീയും കേട്ടോ. എടാ, എൻ്റെ ഇൻഡസ്ട്രിയിൽ ഒറ്റ ഫോൺ കോളിൽ നിൻ്റെ ഇവിടുത്തെ നിലനിൽപ്പ് പോയിട്ട് ഒന്നും ഇല്ലാണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റും. അതിനുള്ള അധികാരവും സ്ഥാനവും നീ നേരത്തെ പറഞ്ഞ കഷ്ടപ്പാടുണ്ടല്ലോ, അതിലൂടെ ഞാൻ നേടിയെടുത്തതാണ്. അവന് അഡ്വാൻസ് വേണം പോലും. ഈ ഒരു പ്രൊജക്റ്റോട് കൂടി ഞാനും നീയുമായിട്ടുള്ള പ്രൊഫഷണൽ ബന്ധം അങ്ങ് നിർത്തിക്കോ. പിന്നെ മേലാൽ എവിടുന്നെങ്കിലും തൂക്കി ഐഡിയാസുമായിട്ട് എൻ്റെ പുറകെ വന്നേക്കരുത്. ഞാൻ പറഞ്ഞൊക്കെ കേട്ടല്ലോ. ഏതായാലും അടുത്ത ആഴ്ചത്തെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യാൻ നോക്ക്. എനിക്ക് കൊല്ലാൻ താല്പര്യമുണ്ട്, എനിക്ക് അന്നേ ചെയ്യായിരുന്നു. ഒരു പട്ടിക്കുഞ്ഞു പോലും അറിയാതെ ഇതുപോലെ ആളെ വിളിച്ച് റിസ്ക് എടുക്കൊന്നുമില്ല. ഇത് വെറും അമച്ച രീതിയാണ്. എടാ ടോണി, നിന്നെയും കുറെ ഊക്കിയതല്ലേ അവൻ? ഓ, ഇനി എന്നെയും കൂടെ കുറ്റപ്പെടുത്താണല്ലോ. അതിൻ്റെ ഒരു കുറവ് കൂടി വേണ്ട. കുറ്റപ്പെടുത്തിക്കോ. വേണ്ട, അതിനുള്ള സമയമില്ല. നിന്നെ മോചിപ്പിച്ച് മനസ്സിലായി. ഈ തമ്മി കുറ്റപ്പെടുത്തി ടൈം കളയാണ്ട് അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു പറ. Yes, you're absolutely right. We need to shift and dispose of this body first. നമുക്ക് ഇവനെ ഒരു പാറയൊരു കയറ് വെച്ച് കെട്ടി വല്ല ആറ്റിലോ കുളത്തിലോ കൊണ്ട് കളഞ്ഞാലോ? അത് വേണ്ട, റിസ്ക് ആണ്. ആ കയറ് പൊട്ടി ബോഡി പൊങ്ങിയെന്നാ നീ എന്ത് ചെയ്യും? അത് ആകപ്പാടെ മൊത്തം പ്രശ്നമാവും. എടാ, നമുക്കൊരു കാർ ആക്സിഡന്റ് സ്റ്റേജ് ചെയ്താലോ? പടത്തിൽ ഒരു സീൻ പോലും മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴാ ഇത്ര വലിയ സീൻ. ഒന്ന് പോയാടാ. ടെൻഷൻ. എന്തുണ്ട് സില്ലി ബോയ്, തെലുങ്ക് അറിയില്ലല്ലേ? എടാ, നീയൊക്കെ എങ്ങനെ പാൻ ഇന്ത്യ ആവാനാടാ? ലൈറ്റർ എവിടെയെന്ന്? എന്നാ പോയി ഉണ്ടാക്ക്. അല്ലേ പുള്ളിയുടെ ഫ്ലാറ്റിലേക്ക് ബോഡി കൊണ്ടെന്ന് വെച്ചാലോ? ആരെങ്കിലും വന്ന് കാണുവാണെങ്കിൽ തന്നെ സൂയിസൈഡ് ചെയ്താന്ന് ആൾക്കാർ വിചാരിച്ചോളും. അത് പറ്റില്ല. ഫ്ലാറ്റ് സെക്യൂരിറ്റി, ലോഗ് ബുക്ക്, പിന്നെ 7ാം നില വരെ ബ്ലഡ് ട്രിപ്പ് ചെയ്യാതെ ആൾക്കാരറിയാതെ ചെന്ന് എത്തിപ്പിക്കുക പറയുന്നത് തന്നെ നല്ല ടാസ്ക്കാണ്. ഇറ്റ്സ് ടു റിസ്കി. വി നീഡ് സംതിങ് ബെറ്റർ. അല്ലേ പുള്ളിയുടെ ബോഡി കട്ട് ചെയ്ത് പല ജാറിലാക്കി ആസിഡ് ഒഴിച്ച് ഡിസോൾവ് ചെയ്ത് ഫ്ലഷ് ചെയ്ത് കളഞ്ഞാലോ? എന്താ നിനക്ക് പ്രാന്താടാ പന്നി? കുറച്ചെല്ലാം മനുഷ്യപ്പറ്റി കാണിക്കണ അതിനോട്. ഓ, മനുഷ്യപ്പറ്റുള്ള തങ്കക്കടമാണല്ലോ കിടക്കണേ. നീ അടങ്ങിയിരുന്നേ, എല്ലാരും പോയി ആലോചിച്ചേ. ആലോചിക്കുന്നവർ എങ്ങനാ? എന്തേലും തലേ വരുവാണെ പറയാം. വന്നാ മതി. എന്താണ് ഈ കാണിക്കണേ? പോക്കറ്റിൽ കുറച്ച് ഹാൻഡ്സ് ഉണ്ടായിരുന്നു. ടെൻഷൻ കാരണം അതെടുത്ത് തിരുമ്മിയതാണ്. ബെസ്റ്റ്. DNA ടെസ്റ്റിന്റെ ആവശ്യമില്ല. തന്തയുടെ മോൻ തന്നെ. കൊടുമൻ വർഗീസ് ഇല്ലത്തുണ്ടല്ലോ അല്ലേ? ഇല്ല, നിന്റെ വാവ സുലൈമാനെ പൊക്കി പറമ്പിലുണ്ട്. വേണ്ടായിരുന്നു. ഗൈസ്, ഫോക്കസ്. ഒരു ഐഡിയ ഉണ്ട്. വേണ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദൃശ്യം പോലത്തെ ഒരു സാധനമാണ്. ഫസ്റ്റ് സ്ക്രിപ്റ്റ് പോലെ ഇതിലും കോപ്പിയാണല്ലോടാ. ഇത് കോപ്പിയല്ല. പിന്നെ എൻ്റെ സ്ക്രിപ്റ്റിൽ ഞാനൊന്നും കോപ്പി അടിച്ചിട്ടില്ല. ഇൻസ്പിറേഷനും ഇൻഫ്ലുവൻസും മാത്രമേ ഉള്ളൂ. ഇപ്പൊ പിന്നെ എന്ത് പറഞ്ഞാലും സിനിമയുടെ തലയിലാണല്ലോ. ഇതിന്റെ ഒരു കുറവ് കൂടി വേണ്ട. നീ പറ. കാര്യം ഇങ്ങനെ ക്ലോസ് റിലേറ്റീവ്സ് ഒന്നും ഇല്ലെങ്കിലും ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വഴിയുണ്ടാക്കാം. സ്റ്റെപ്പ് 1, ആദ്യം ഇങ്ങനെ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെന്ന് എല്ലാവരും ബോധിപ്പിക്കണം.
പുള്ളിയുടെ ഫോൺ എടുത്ത് പണ്ട് കാറിൽ സോളോ റൈഡ് ചെയ്ത വീഡിയോ ഉണ്ട്, അത് സ്റ്റാറ്റസ് സ്റ്റോറി ഇടണം. എല്ലാവരുടെ ഫോണിലും പുള്ളിയുടെ ഇൻസ്റ്റാ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് തരാം. ആൾക്കാരെല്ലാം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ വേണം റിപ്ലൈ കൊടുക്കാൻ. സ്റ്റെപ്പ് 2 ക്ലീനിങ്. ബ്ലഡ് സ്റ്റെയിൻസ്, മുടി, കത്തി ഇതെല്ലാം ക്ലീൻ ചെയ്യണം. ഇവിടെ നമ്മൾ ഉപയോഗിച്ച എല്ലാ ചവർ സാധനങ്ങളും എടുത്തോ. ഫിംഗർ പ്രിൻ്റ് ആവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ നന്നായി ക്ലീൻ ചെയ്യണം. ഇതെല്ലാം ഡീറ്റെയിൽഡായി നോക്കണം. നോ എറേഴ്സ്. സ്റ്റെപ്പ് 3 ബാഗിങ്. ഇങ്ങേരുടെ ബോഡി ഒരു വലിയ ഫ്രിഡ്ജ് കാറിൽ സ്റ്റഫ് ചെയ്ത് കൂടെ കുറേ ഇലക്ട്രോണിക് സാധനങ്ങൾ കൂടി കെട്ടി വെക്കണം. സ്റ്റെപ്പ് 4 ഡിസ്പോസൽ. ഇവിടെ അടുത്തുള്ള പുതിയ പോലീസ് സ്റ്റേഷൻ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ബോഡി കുഴിച്ചിട്ട് കോൺക്രീറ്റ് ഒഴിച്ച് മൂടാം. അത് കഴിഞ്ഞ് ഈ ഫ്രിഡ്ജ് കാർട്ടിനൊക്കെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നമുക്ക് കത്തിച്ച് കളയാം. സ്റ്റെപ്പ് 5 ജിതേഷിൻ്റെ ഫോൺ നമ്മൾ ബോംബെ ചോർ ബസാറിൽ ഡ്രോപ്പ് ചെയ്യും. ആരെങ്കിലും ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ട് ജസ്റ്റ് സേ ബോംബെ. പുള്ളിയുടെ കാർ നമുക്ക് കോയമ്പത്തൂർ കൊല്ലം കള്ളവണ്ടിയായി സ്ക്രാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മറച്ചു വെക്കുക. സോ ഹൗ ഇസ് ദ പ്ലാൻ? ഇത് ദൃശ്യം തന്നെയല്ലേ, ചെറിയ അങ്ങോട്ട് ഇങ്ങോട്ട് ഇച്ചിരി മാറ്റേണ്ടെന്നല്ലേ ഉള്ളൂ. എടോ കോപ്പി അല്ല, ഇൻസ്പിറേഷൻ. ഇത് എൻ്റെ തലയിൽ മാത്രം ഉദിച്ച ഐഡിയ ആണ്. ആ LCU കൺഫേംഡ്. മോനെ നിനക്ക് തെറാപ്പിയുടെ ആവശ്യമുണ്ട്. തെറാപ്പി എനിക്കോ? നിസ്സാര ആക്ടിങ് കാര്യത്തിന് മുങ്ങി തനിക്കാണ് തെറാപ്പി വേണ്ടത്. പിന്നെ ഗ്രേഡിങ് ശരിയായില്ല പറഞ്ഞ് ഒരാളെ കൊല്ലാൻ പാകത്തിന് ദേഷ്യം ഉണ്ടെങ്കിൽ ശരത്തിന് തെറാപ്പി വേണം. അപ്പം എനിക്കോ? നിന്നെ കൊണ്ടാന്ന് പറ്റൂലടാ. നീ ആ മൂലയ്ക്ക് പോയിട്ട് ഹാൻഡ്സ് വെച്ചിരി. എൻ്റെ അമ്മ അപ്പോഴേ പറഞ്ഞതാ ഇവൻ്റെ കൂടെ പോവാതെ വല്ല വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്ക് പോയാൽ മതിയെന്ന്. കേട്ടില്ല. പിന്നെ കഥകൾ കേൾക്കണം. അഴുക്കച്ചെറുക്കൻ, തന്തേക്കാ മോശം. അപ്പൊ നിങ്ങളെല്ലാവരും ഇതൊരു മർഡർ ആണെന്ന് ഉറപ്പിച്ചോ? ആ പിന്നല്ലാണ്ട്. വേറൊന്നുമല്ല, ഇയാള് നമ്മളോട് പെരുമാറിയത് വെച്ചിട്ട് നമ്മളുള്ള ഒരാളാണ് കൊല്ലാൻ സാധ്യത എന്നാണല്ലോ നമ്മൾ ആലോചിച്ചത്. പക്ഷെ ഇയാൾ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയെ പറ്റി നമ്മൾ ആലോചിച്ചിട്ടില്ല. ഓ ഗുഡ് പോയിന്റ്. നീ എവിടെ പോണ്? ആലോചിക്കണ്ടേ? എന്തരടേ ഇത്? പൊതുവേ ഈ സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാര് പുറമേ വലിയ ഡിപ്രഷൻ കാണിക്കണമെന്നില്ല. സംഗതി ഈ കഴിഞ്ഞ പടം ഹിറ്റാണേലും നമുക്കറിയാലേ, കുറേ ഫ്ലോപ്പുകളും പ്രൊഡ്യൂസർമാരുടെ ഭീഷണിയും കേട്ടിട്ടാണ് പുള്ളി ഇവിടെ വന്നതെന്ന്. പോരാത്തതിന് ഭാര്യ ഇട്ടേച്ച് പോയിട്ട് അത് കേട്ടില്ലല്ലോ. സാധ്യതയില്ലാതില്ല, പക്ഷെ ഇങ്ങനൊരു പാർട്ടിയിൽ വെച്ച് ഇയാളിത് ചെയ്യേണ്ട ആവശ്യമില്ല. അതെ, പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇയാൾക്ക് നമ്മൾ ആരെയും കണ്ടെടുത്താൽ കണ്ടുകൂടാ. ഓരോരുത്തരെയും പല രീതിയിലും ദ്രോഹിച്ചിട്ടുമുണ്ട്. അത് മിക്കവർക്കും അറിയാം. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് ഇയാൾ സൂയിസൈഡ് ചെയ്താ അത് നമുക്കൊന്നാണെന്നല്ലേ പുറത്തു വരൂ. ഇത് തന്നെ ഇരുന്ന് ഇയാളുടെ പ്ലാനെങ്കിലോ? എടാ സൂയിസൈഡ് ആണേലും അല്ലെങ്കിലും ബോഡി നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യണ്ടേ? ഇനിയിപ്പോ ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് തീരുമാനിച്ചോടി ബോഡി ഡിസ്പോസ് ചെയ്യാം. എന്നാ വാ, സാധനങ്ങൾ മേടിക്കാൻ പോവാ. ഉപ്പിയും കത്തിയും ചവറും എല്ലാം എടുത്തോ, കളയാനുള്ളതാ. ശരത്തെ, നീ ഇത് ക്ലീൻ ആക്ക്, ഞങ്ങൾ പോയി സാധനം വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ. ഡാ മനാഫേ, ആടാ ഒരു മിനിറ്റ്. ഫോണ്. എടാ വാടാ. ആ ദേവന്. എടാ ശരത്തെ, ഞങ്ങൾ പോയിട്ട് പോരാട്ടോ. ആടാ ശരി. ഒരു മിനിറ്റ്. ശരത്തെ, ഞാനത് കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ നീ? എന്ത്? എടാ ശരത്തെ, ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറന്നേക്ക് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യം. മൂടി വെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ അത് പുറത്തു വരും. മിസ്റ്റർ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്, shall I remind you something? It is quite unbecoming for an officer. I pity you for the dirty game you have played in this case. Sorry, ലൈൻ മാറിപ്പോയി. ലൈൻ കട്ട്. ഞാൻ പറഞ്ഞതെന്താ വെച്ചാലേ, നിന്റെ സോക്സിൽ ചോരയായടാ. ഓ ശരിയാ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? സോ കെയർലെസ്. ഞങ്ങൾ പോയിട്ട് വരാം. അപ്പൊ എങ്ങനെയാ? ശരത്തിന്റെ തലയിലല്ലല്ലോ. പിന്നല്ലാതെ എൻ്റെ പ്ലാൻ വെറും കൊണച്ചാന്ന് എനിക്കറിയാം. പോരാത്തതിന് അവൻ്റെ സോക്സിൽ ബ്ലഡും ആയിട്ടുണ്ട്. അതിനി അലക്കി കളഞ്ഞാൽ ഈ അടുത്തൊന്നും പോകില്ല. എന്തോ ഭാഗ്യത്തിന് ഈ റൂമിൽ ക്യാമറയും തേങ്ങൊന്നുമില്ല. അല്ല അപ്പൊ പുള്ളി ആരാ കൊന്നേ? നിന്റെ അച്ഛൻ ഹാൻസ് വർഗീസ്. ഇനി ജില്ല കഴിയുന്നിറങ്ങി പോവർക്കരുത്. അവിടെ അടങ്ങിയിരുന്നോണം. Gotta grind, not blind, commit a crime, no time.
life in an unpredictable life. Metrics died and an underprivileged guy. Gotta hustle 2 jobs at the same time. Get a pencil, write rhymes as a road that dry stress reliever. A cigarette heater, booze in the freezer, chill like a beaver. Back to work, sleep 5 hours a day, 3 Maggie slugs and coffee on the way. Talk about luck, I ran out of this bird. Talk about stuff, I sang deep in this curse. Talk about luck, I drank good rehearse. I walk out of here, mic drop in this burst.